ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്ന് ഞാൻ ഹൈദരാബാദി ചില്ലി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിലത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഉള്ളി സ്ലൈസ് ചെയ്തത്, അതായത് 1.5 ഉള്ളി, മീഡിയം സൈസ് ഉള്ളി, 4 പച്ചമുളക് കട്ട് ചെയ്തത്, വെളുത്തുള്ളി ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം, ഒരു 1/2 കപ്പ് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 1/2 കിലോ ചിക്കനിലേക്ക് ഇനി നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 3-4 മുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇതിപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 10 മിനിറ്റായി. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടി 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കുറച്ച് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് മേലിട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ഹൈദരാബാദി ചില്ലി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.